ഹലോ മാഷേ, ഞാനാ ഭാസ്കരനാണ്. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പോയേന്, അന്നപ്പാ നിങ്ങളെ കോൾ ഇങ്ങോട്ട് വരുന്നത്. എന്തൊരു മനപ്പെടുത്താണ്. ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും. ഞാനിത് നമ്മളെ കണ്ണന്റെ, നമ്മളെ ലച്ചുട്ടിയമ്മന്റെ കണ്ണന്റെ കല്യാണത്തിന്റെ ആ തിരക്കിലാണ്. ആ 2 ദിവസം പണിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരൂ. എല്ലാം കാര്യം ചെയ്യും. പക്ഷേ 2 ദിവസം ആക്കണ്ട, ഒരു 4 ദിവസം കഴിഞ്ഞോട്ടെ. 5ാമത്തെ ദിവസം ഭാസ്കരനാണ്ടാവും. ശരി, ഭാസ്കരനാ പറയുന്നത്. വാസു, നമ്മളെ വേലായിട്ട് മാഷായി. ഇനിയിപ്പോ 4-5 ദിവസത്തേക്ക് അയാളെ പോയിപ്പോ ഉണ്ടാവില്ല. ലച്ചുട്ടിയമ്മ, ഞമ്മള് വന്നിട്ടാ. കട്ടൻ ചായ അല്ലേ, ഇപ്പം കൊണ്ടുവരാം. മമ്മൂഞ്ഞിക്ക, കട്ടൻ ചായ വരെ ഞമ്മളെ ദിവസം കൂടി തുടങ്ങിയല്ലേ. ഓ, തമാസ പറഞ്ഞിക്കാതെ പോയി പണിയെടുക്ക് ചങ്ങായി. അന്നോടും കൂടിയാ വൈകുന്നേരം ആവുമ്പോ 1000 ഉറുപ്പ്യ എണ്ണി തരണ്ടേ. ഇച്ചേലിക്ക് പോയാല് കല്യാണം കഴിയുമ്പോഴേക്കും ഈ പകയന്മാര് നമ്മളെ കണ്ണനെ മുടിപ്പിക്കല്ലേ കുറച്ചോനെ. മമ്മൂഞ്ഞെ, എന്നാ നിന്റെ കട്ടൻ ചായ. അല്ല ഭാസ്കര, എനിക്ക് കട്ടൻ ചായ വേണ്ടേ? അതെന്ത് ചോദ്യാ ലക്ഷ്യൂട്ടിയമ്മ. ഇങ്ങളെ കയ്യോണ്ട് ഒരു കട്ടൻ ചായ കിട്ടിയ രാവിലെ തന്നെ ഒരു ബൗസല്ലേ. അല്ല ലച്ചുട്ടിയമ്മ, കണ്ണനെടുത്തു. കണ്ണനും സുധാകരനും കല്യാണക്കത്ത് കൊടുക്കാൻ പോയതാ. ഇത്ര നേരത്തെയോ? മമ്മൂഞ്ഞെ, വെയിലാകുമ്പോഴേക്ക് തിരിച്ചു വരാലോ. ലച്ചുട്ടിയമ്മ, കട്ടൻ ചായക്ക് ഇത്തിരി കടുപ്പം കൂടി വേണ്ടി. എന്റെ മമ്മൂഞ്ഞിക്ക, ആ കട്ടൻ ചായ ചോർഞ്ഞു കൂടാതെ അങ്ങോട്ട് കുടിച്ചുകൂടി. ചെവിട്ടില് വെക്ക ഉമ്മക്ക, ചെവിട്ടില് വെക്ക ഉമ്മക്ക. ഈ എന്റെ ബാസോ വൈകുന്നേരം ആകുമ്പോഴേക്ക് ആ പൈൻ്റ് അടിച്ച് തീർക്കോ? വീട്ടാണ് പൈൻ്റൊന്നല്ല, ഫുള്ളനെ തീർക്കൈ അല്ലേ വാസുവേട്ടാ? വാസോ, ഈ അതും വിചാരിച്ച് നടന്നോ? മംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന കണ്ടേ ബന്ധനാമി സുഭകം ത്വം ജീവശരദശതം എന്നാണല്ലോ. അങ്ങനെയാണോ? ആണോ? ആണേക്കൂ. അല്ല, ആരാ, എന്താ പരിപാടി? അത് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കി തരാം. എങ്ങനെ? കൊങ്ങനെ ലച്ചൂട്ടിയെ, എനിക്കൊന്ന് കുളിക്കണം. ഇത്തിരി വെള്ളം ചൂടാക്ക്. അല്ല, അത് പിന്നെ. എന്ത് പിന്നെ? പോയി വെള്ളം ചൂടാക്ക്. അല്ല മമ്മൂഞ്ഞെ, പാടച്ചോനെ, ഞമ്മളെ പേരെങ്ങനെ പഹേനറിഞ്ഞ്? എന്തേനു? 4-5 ദിവസം വകയിലൊരു മരുമകന്റെ കൂടെ ഞാൻ കന്നിപ്പറമ്പിലായിരുന്നു താമസം. 6-ാം ദിവസം ഒരിത്തിരി കാശും തന്ന് എന്നാ പിന്നെ കുഞ്ഞപ്പ മാമ ഇറങ്ങല്ലേ എന്നൊരു ചോദ്യം. ഇപ്പൊ പോയാ തെക്കോട്ടൊരു ബസ് ഉണ്ടാകും. പിന്നെ നിന്നില്ല, ഇറങ്ങി. തെക്കോട്ടായാലെന്ത്, വടക്കോട്ടായാലെന്ത്. ബസ് കാത്തു നിന്നു. അതാ വരുന്നു തെക്ക് നിന്നൊരു ബസ്. അതിൽ കയറി കള്ള് ഷാപ്പിന്റെ അവിടെ എത്തിയതും അല്ല, ബസ്സിന്റെ ടയർ അങ്ങോട്ട് പൊട്ടി. അവിടെ കട. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഇറങ്ങി. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചാലോന്ന് കരുതി ഒരു ഹോട്ടലിൽ കയറി. അപ്പോ ദാ കിടക്കണു ഒരു കല്യാണക്കത്ത്, ക്ഷണപത്രം. എന്റെ മകൻ കണ്ണനും കോട്ടപ്പുറത്ത് ബാലൻ മകൾ രാധയും തമ്മിലുള്ള വിവാഹം 2024 മെയ് 26-ാം തീയതി ഞായറാഴ്ച ശുഭമുഹൂർത്തത്തിൽ നടത്തപ്പെടുന്നു. താങ്കളെ കുടുംബസമേതം സ്നേഹപൂർവം ക്ഷണിക്കുന്നു എന്ന് തിരുപ്പുറത്ത് ലച്ചൂട്ടി ഒപ്പ്. അമ്മ ലച്ചൂട്ടിയമ്മ. സുഹൃത്ത് സൽക്കാരം തലേ ദിവസം
വൈകുന്നേരം 3 മണി മുതൽ. ആരാ ഈ ലച്ചൂട്ടി? എന്റെ വല്യമ്മാവൻ അരവിന്ദാക്ഷമേനോന്റെ അളിയൻ അനന്തപത്മനാഭന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളല്ലേ? എന്താ അടുത്ത ബന്ധല്ലേ? പിന്നെ സ്നേഹപൂർവം ഗൃഹനാഥൻ അവറുകൾക്ക്. നാടകരചന പ്രദീപ് കുമാർ കാവുന്തറ. പശ്ചാത്തല സംഗീതം സജിത് കുരിക്കത്തൂർ. ചമയം MPP രാജ്. രംഗപടം അഷ്റഫ് ചാത്തമംഗലം. രംഗസജ്ജീകരണം ബൈജു കട്ടാങ്ങൽ, അസീസ് ചാത്തമംഗലം. ശബ്ദലേഖനം പരസ്യകല രാജീവ് കൗതുകം. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നവർ ജിനോ വയലിൽ, ഷാജു MV, ഷിനോദ് പഠാളിയിൽ, ജിനേഷ് വേങ്ങേരിമഠം, ഷാജൻ ചാത്തമംഗലം, ശ്രീനിവാസൻ, അസീസ് ചാത്തമംഗലം, ബൈജു കട്ടാങ്ങൽ, ജലജ പ്രകാശ് ആൻഡ് സംഗീത ഷാജി. കൂടാതെ PTA MPTA അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും. അവതരണം PTA ചാത്തമംഗലം AUP സ്കൂൾ. ദീപനിയന്ത്രണം നാടക സംവിധാനം ജനാർദ്ദനൻ ചെത്തുകടവ്. സ്നേഹപൂർവം ഗൃഹനാഥൻ അവറുകൾക്ക്. അല്ല കണ്ണാ, ഈ ആ ഗോപാലേട്ടനൊക്കെ വിളിച്ചറിയിച്ചില്ലേ? വിളിച്ചു പറയേണ്ടവരെയൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. ഇനിയും പറയാൻ ഒരുപാട് ബാക്കി. ദിവസങ്ങളാണെങ്കിൽ കുറഞ്ഞു. അടിച്ച 2000 കത്തും തീർന്നു. 2000 കത്തുകൂടി അടിക്കണം. ജില്ല അടക്കി ക്ഷണിക്കണം. വിവാഹ തലേന്നത്തെ ജനകീയ വിപ്ലവ മഹാസംഗമ സൽക്കാരം അടിപൊളിയാക്കണം. കറൻസികൾ നിറഞ്ഞ കവറുകൾ കൊണ്ട് നിന്റെ മേശ നിറയണം. കണ്ണന്റെ വിവാഹ മാമാങ്കത്തെ വെല്ലാൻ ഈ മലനാട്ടിൽ മറ്റൊന്നുണ്ടാവരുത്. മതി മതി. കണ്ണാ, നിന്റെ കല്യാണത്തെ പറ്റി പറയുമ്പോൾ എനിക്കിങ്ങനെ ആവേശം വരികയാണ്. അതെന്തിന്? ഇതുപോലൊരു കല്യാണം എനിക്ക് സ്വപ്നത്തിൽ പോലും നടക്കൂല മോനെ. അപ്പറഞ്ഞത് ശരിയാ. കണ്ണാ, നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കിട്ടോ? അല്ല കണ്ണാ, നമ്മുടെ വാതിൽപ്പൊടിയും ജനൽപ്പൊടിയൊക്കെ പെയിന്റ് അടിക്കണോ അതോ പോളിഷ് ചെയ്യണോ? ഇത് നിങ്ങൾ എന്ത് വർത്താനവാസോട്ടെ പറയുന്നത്? ഇത് കണ്ണന്റെ കല്യാണം മാത്രമല്ല, വീടിന്റെ കുറ്റൂശം കൂടിയാണ്. സംഗതി അടിപൊളിയാക്കണം. പെയിന്റ് ഒന്നും വേണ്ട, മുഴുവൻ പോളിഷ് ആയിക്കോട്ടെ. എന്നാ പിന്നെ നല്ല പോളിഷ് ആയിക്കോട്ടല്ലേ? അത് കിട്ടുകൊണ്ടാ മലാമീൻ പോളിഷ് ഒരു 4 ലിറ്റർ, അതിൻ്റെ സീലർ ഒരു 4 ലിറ്റർ, ടിന്നർ, കുറച്ച് ബനിയൻ ക്ലോത്തും. പിന്നെ വേഗം കൊണ്ടുവന്നാൽ പണി ചട്ടേ നടക്കും. ഞാൻ 2-3 ഹിന്ദിക്കാരെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കണ്ണാ, ഒരു കാര്യം ചോദിക്കാൻ പറ്റി. നമ്മുടെ അടുക്കളേൻ്റെ വിൻഡോസൊക്കെ വൈസ്മെൻ്റ് അടിച്ചാൽ മതിയോ അതോ പെയിൻ്റ് അടിക്കണോ? ഇയാളെന്ത് വർത്താനാ പറയുന്നത്? വൈറ്റ് സിമെന്റ് അടിക്കേ? നിങ്ങൾ അപ്പ ചട്ടിമ വാങ്ങി അടിക്കുന്നത്? എന്നാ കണ്ണാ, അസിട്ടൊന്നും കൊണ്ടാ ഇത് കൂടി ഇരിക്കാട്ടെ. ഇതാ വേഗം കൊണ്ടുവന്നോളിട്ടോ. ഭായ് ക്യാ ഹേ, വേണ്ട ആക്കിട്ടോ. അല്ല കണ്ണാ, തലേന്നത്തെ റിസപ്ഷന് ഒരു ഗാനമേള കൂടി ആയാലോ? എടാ, അതൊക്കെ വലിയ ചെലവല്ലേ? എന്ത് ചെലവ്? പാടുന്നവരെയും മ്യൂസിക് പാർട്ടിയെയും ഞാൻ കൊണ്ടുവരും. പിന്നെ അവർക്ക് വയറ് നിറച്ച ഭക്ഷണവും വണ്ടിക്കാശിന് ചില്ലറ എന്തെങ്കിലും അത്രേ വരൂ. മോനെ കണ്ണ, കുറച്ച് സാധനം വാങ്ങിക്കാൻ കിട്ടോ. വിജാഗിരി 3 ഇഞ്ച് 24 എണ്ണം, വിജാഗിരി 2 ഇഞ്ച് 38 എണ്ണം, കുറ്റിയും കൊടുക്കും. അതൊരു പെട്ടി വാങ്ങിക്കോ. വിജാഗിരിന്റെ എണ്ണം ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കണോ? കുറച്ച് കുറയ്ക്കാലോ. പിന്നെ നിന്റെ ബെഡ്റൂമിന് വാതിലും ജനലും ഉണ്ടാവില്ല. അയ്യോ വേണ്ട, വാങ്ങിക്കാം. അയ്യോ എൻ്റെ കണ്ണ, സ്ക്രൂ ചെയ്താൽ മറന്നുപോയല്ലോ. 1 ഇഞ്ചും 1/2 ഇഞ്ചും ഓരോ പെട്ടി വാങ്ങിക്കോ. വാങ്ങിക്കാം. മോനെ കണ്ണ,
ഇന്നാണ് നിന്റെ ബെഡ്റൂമിന്റെ വാതിൽപ്പൊടി വെക്കുന്നത്. അതിനെന്താ? അതിനെന്താണോ ഇതാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. മറ്റവനല്ലേ, അതൊക്കെ നമുക്ക് സംഘടിപ്പിക്കാമല്ലോ. സുധാകര, മിനിറ്റ് തന്നെ ആയിക്കോട്ടെ. സുധാകര, എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചു കൊടുക്ക്. വീടിന് കുറ്റിയടിച്ച അന്ന് തുടങ്ങിയതാ ഓരോ കാരണം പറഞ്ഞ് കുപ്പി പൊട്ടിക്കാൻ. അതൊക്കെ ഞാൻ ഏറ്റുകണ്ണ. നീ ഇത് പറ, ഗാനമേളയുടെ കാര്യം. നിനക്ക് നിർബന്ധമാണെങ്കിൽ ആയിക്കോട്ടെ. എടാ, ഗാനമേള കൂടി ഉണ്ടെങ്കിൽ പരിപാടി അങ്ങ് കൊഴുക്കും. എന്നാ കൊഴുക്കട്ടെ. ആ, നീ കൊഴുക്കട്ടെ എന്ന് പറഞ്ഞപ്പോ എനിക്കൊരു ഐഡിയ. തലേന്നത്തെ പാർട്ടിക്ക് കൊഴുക്കട്ടയും കൂടെ ഉൾപ്പെടുത്തിയാലോ? ഒരു വെറൈറ്റി ആവും. അതിപ്പോ നമ്മൾ തീരുമാനിക്കണ്ട. ആ, നീ ചെന്ന് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവാ. പണിക്കാര് കാത്തു നിൽക്കുക. മോനെ കണ്ണ, വാതിലിന് പൊളി വെക്കാൻ ഇത് പോരല്ലോ മോനെ. എന്നാ വാങ്ങിക്കൊടുക്ക്. സുധാകര, ഇനി എന്റെ കയ്യില് 5 പൈസ ഇല്ലട്ടോ. മോനെ കണ്ണ, മമ്മൂനിക്ക, മോനെ കണ്ണ, അന്നയും കാത്ത് എത്തിര നേരായി നമ്മൾ പൊരേ കുത്തിരിക്കുന്നു. ഞാൻ മമ്മൂനിക്കാനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. മമ്മുഞ്ഞിക്ക, ഇനി കണ്ണന്റെ കല്യാണം കഴിയുന്നത് വരെ പറ്റയോണ്ട് കോയി ഞാട്ടിയ മാതിരി ഇവിടൊക്കെ തന്നെ ഉണ്ടാവണം കേട്ടോ. സുധാകര, നീ ചെല്ല്. അല്ല, നീ ഇതെങ്ങോട്ടാ? എടാ, രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ച് നിന്റെ കൂടെ കത്ത് കൊടുക്കാൻ ഇറങ്ങിയതാ. എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കണം, എന്നിട്ട് പോവാ. മോനെ സുധാകര, ഒന്നും ഇങ്ങോട്ട് വാ. പതുക്കെ പതുക്കെ. കണ്ണന്റെ കല്യാണം നിശ്ചയിച്ചതിന് ശേഷം എന്നിട്ട് വല്ലാണ്ടായിക്കണല്ലോ. പെറ്റ തള്ള കണ്ട പൊറുക്കൂല. ഇപ്പൊ എല്ലാം കൂടി മൂട്ടികളിച്ച് നടക്കാൻ കൊണ്ട കെട്ടിയ പൂത്തമുടന്ന വരി തടിച്ച് കൊഴുത്തുകളുടെ പഴ ആ, ആക്കിയതാണല്ലേ. മമ്മൂനിക്ക, അത് കലക്കി. മമ്മൂനിക്ക കൊണ്ടുവന്നിട്ടുണ്ടോ? ഈ മമ്മൂഞ്ഞിന് ഒരു ബാക്കേ ഉള്ളൂ. ഒരു ബാക്ക്, ഒരു ബാപ്പ. പറഞ്ഞതാ. എണ്ണി നോക്ക്. മമ്മൂനിക്ക എണ്ണിയതല്ലേ. കായ് ആര് തന്നാലും എണ്ണണം. സ്വന്തം ബാപ്പയാണ്. 1 ലക്ഷമുണ്ട്. ഇപ്പൊ എല്ലാം കൂടി എത്രയായി? 3 ലക്ഷം. ഒന്നേ കണ്ണ, ഒരു ജാമ്യം ഇല്ലാതെയാണ് ഇത്രയും കായി നമുക്ക് നമ്മൾ തന്നത്. വിശ്വാസം അതല്ലേ മമ്മൂനിക്ക വലുത്. സ്വർണ്ണപ്പീടിയുടെ പരസ്യം പറയണ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കല്യാണാവശ്യമല്ലേന്ന് കരുതിയിട്ടാ. അതിനെന്താ മമ്മൂനിക്ക, തലേന്നത്തെ പാർട്ടി കഴിഞ്ഞാ പണം ഞാൻ അങ്ങ് എണ്ണി തരില്ലേ? നബീസാന്റെ നിക്കാവിനും വേണ്ടിയിട്ട് പറമ്പ് വിറ്റുവെച്ച പൈസാണ്. അപ്പൊ തലേന്നത്തെ കവറ് പ്രതീക്ഷിച്ചാണ് എന്റെ ഈ കളി മുഴുവൻ. എത്തിര കിട്ടും? ഒരു 10-12 ലക്ഷമാണ് എന്റെ പ്രതീക്ഷ. പടച്ചോനെ, 12 ലക്ഷം! മോനെ കണ്ണ, ആരെയും വിട്ടുപോകാണ്ട കല്യാണം വിളിക്കണം. ഒരു കാര്യം ചെയ്യും, അന്റെ കുറച്ച് കല്യാണക്കത്ത് ഞമ്മളെ കയ്യിലും കൊണ്ട. ഞമ്മളെ സ്വന്തക്കാർക്കും പരിചയക്കാർക്കും ഒക്കെ അങ്ങോട്ട് കൊടുക്കാലോ. ഇതിപ്പോ ഞമ്മളെയും കൊണ്ട് ഒരു ആവശ്യല്ലേ? ഏത് അടിച്ച് 2000 കത്തും തീർന്നു. കുറച്ചുകൂടി അടുക്കി പറയാ. ഇതിപ്പോ നമ്മളെയും കൂടെ ഒരു ആവശ്യല്ലേ? ഏത്? അല്ല, കല്യാണത്തലെന്ന് എന്താ മാണ്ടിയെന്ന് തീരുമാനിക്കണ്ടേ? ആ, ഇന്ന് വൈകുന്നേരം തീരുമാനിക്കണം. ഞമ്മള് വരും. മമ്മൂഞ്ഞിക്ക വരണം. മമ്മൂഞ്ഞിക്ക വരണം. വരട്ടോ. ഇതിപ്പോ നമ്മളെയും കൂടി ഒരു ആവശ്യല്ലേ? ഏത്? കണ്ണാ, സദ്യക്ക് ലിസ്റ്റ് ഇടാൻ മമ്മൂഞ്ഞിക്കാനെയും വിളിച്ചില്ലേ? വിളിച്ചതല്ല സുധാകര, ഇങ്ങോട്ട് പറയുമ്പോ എന്താ ചെയ്യാ? ആ, പിന്നെ കല്യാണത്തിന് പങ്കെടുക്കാൻ
ആൾക്കാർ എത്തിത്തുടങ്ങി. തമാശയ്ക്കാണെങ്കിലും ഒരാഴ്ച മുന്നേ വരണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇത്ര പ്രതീക്ഷിച്ചില്ല. ആരാ വന്നത്? അകത്തുണ്ട്, ചെന്ന് നോക്ക്. ഭയങ്കര കത്തിയാ. ഓ, അടുത്ത ആളും വരുന്നുണ്ട്. ആരാ? മെമ്പർ മെമ്പർ സുധാകര, ഗ്രാമസഭയ്ക്കൊന്നും കാണുന്നില്ലല്ലോ മോനെ. ആ, മെമ്പറോ? കണ്ണന്റെ കല്യാണത്തിരക്കൊന്ന് കഴിഞ്ഞോട്ടെ മെമ്പറേ. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഗ്രാമസഭ, അതെ വികസന സമിതി, അതെ വയോമിത്രം, അതെ ആരോഗ്യമിത്രം. അതെ. പോയോ? ആ, ചെല്ല് ചെല്ല്. ആ മോനെ കണ്ണ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടല്ലോ. പിന്നെ എൻ്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ നിനക്ക് മനസ്സിലാവുമല്ലോ. കണ്ണ, ദാ 5 പവനാണ് വധുവിനണിയിക്കാനുള്ള താലിയും മോതിരവും എൻ്റെ വക. മെമ്പറുടെ ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മതി, അത് മതി. പിന്നെ കണ്ണ, ഇതിന്റെ കാശ് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ ജ്വല്ലറിയിൽ കൊടുക്കണം. പിറ്റേന്ന് തന്നെ കൊടുക്കാം. അപ്പോ കല്യാണത്തലേന്ന് വരുന്നവർക്ക് എന്ത് കൊടുക്കാനാ തീരുമാനം? ഇന്ന് വൈകുന്നേരം തീരുമാനിക്കണം. എത്ര മണിക്ക്? ഒരു 5 മണിക്ക്. 5 മണിക്ക്. രാവിലെ 9 മണിക്ക് ജലനിധി ഉദ്ഘാടനം, 10 മണിക്ക് അംഗനവാടിക്ക് തറക്കല്ലിടൽ, 12 മണിക്ക് ജയശ്രീ മെമ്പറുടെ കുട്ടിയുടെ നൂലുകെട്ട്. അതിനെന്തായാലും പോണം. ആ കണ്ണാ, നീ മഹാഭാഗ്യവാനാ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഞാൻ വരാം. വരണം, മെമ്പർ തീർച്ചയായും വരണം. എത്തുമടോ. എൻ്റെ വാർഡിലെ ഓരോരുത്തൻ്റെയും ഓരോ പ്രശ്നങ്ങളിലും ഞാൻ ഇടപെടാറുണ്ട്. അത് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ആ, മെമ്പർ കയറിയിരിക്കും, ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാം. മെമ്പറെ, മധുരം? ആവാം ആവാം. മെമ്പറെ ഒന്ന് കാണായിരുന്നു. എന്താ വാസു, അമ്മയ്ക്ക് കട്ടിൽ കിട്ടിയില്ലേ? ഇല്ല, അത് കിട്ടാത്തൊരുത്തെ ഇവിടെ ഉണ്ട്. ഞമ്മളെ പൊരേന്ന് 3 ബോട്ടാണ് ചെയ്തത്. എന്നിട്ട് നമ്മളെ അപേക്ഷ ഈ തള്ളി. മമ്മൂഞ്ഞെ, സക്കാത്തിന് കട്ടില് കിട്ടാത്തതിന് എന്റെ നേരെ ചാടരുത്. ചാടടോ, നമ്മൾ ചാടും. മയ്യത്താവുന്നവരെ ചാടും. ഞമ്മക്കൊരു കട്ടിലിച്ച് തന്നില്ലെങ്കിൽ അന്റെ കട്ടിന്റെ അടി നമ്മൾ പിക്കറ്റ് ചെയ്യും. ആ, പഞ്ചായത്തില് കണ്ണനെ അന്വേഷിച്ചു വന്നതാണെങ്കിൽ അങ്ങോട്ട് കയറിയിരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല. ആരാണാവോ? ലൈറ്റ് ആൻഡ് സോൺ, ഡെക്കറേഷൻ, ഇവന്റ് മാനേജ്മെന്റ് ഓണർ കുഞ്ഞൻ. ഔ, ഇത്രയും വലിയ കുഞ്ഞനോ? കേട്ടോ കാരണവരെ, ഇവിടുത്തെ കല്യാണപ്പന്തലിന്റെയും ഡെക്കറേഷന്റെയും സദ്യയുടെയും കോൺട്രാക്ട് എനിക്കാണ്. പണ്ടൊക്കെ കല്യാണത്തിന് പന്തലിടുക, സദ്യക്ക് വിളമ്പുക എന്നൊക്കെ പറയുന്നത് വേതനമില്ലാത്ത ഒരു സേവനമായിരുന്നു. കാലം മാറിയപ്പോ കല്യാണവും മാറി. അമ്മാവ, കല്യാണത്തിന് കുഞ്ഞനാണ് പന്തലും ഡെക്കറേഷനും സദ്യയും എന്ന് പറയുന്നത് തന്നെ ഒരു പത്രാസാണ്. അതെ അതെ, കുഞ്ഞന്റെ പണക്കാരനാവാനുള്ള പകിട്ടും കണ്ണന്റെ പണമെറിഞ്ഞുള്ള പത്രാസ് കൂടി ആകുമ്പോ മംഗലം മാമാങ്കത്തിന് തുല്യം. കണ്ണാ, നീ ആദ്യം സെലക്ട് ചെയ്ത ആ ലൈറ്റ് ബ്ലൂ ഷർട്ടില്ലേ, അത് അടിപൊളിയായിരുന്നു. തലേന്നത്തെ പാർട്ടിക്ക് അതിട്ടാൽ ബലസ് മോനെ. അതാ കണ്ണനും സുധാകരനും വരുന്നുണ്ട്. അതിനെന്താ സുധാകര, വേണമെങ്കിൽ മാറ്റിയെടുക്കാലോ. ആ, കുഞ്ഞനോ വന്നിട്ട് കുറെ നേരമായോ? ഇപ്പൊ വന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല കണ്ണാ, കുഞ്ഞന് കൃത്യനിഷ്ഠയാണ് പ്രധാനം. സുധാകര,
വാചകടിക്കാൻ സമയമില്ല. എത്ര സ്ക്വയർ ഫീറ്റ് പന്തലാണ് ഉദ്ദേശിക്കുന്നത്? സുധാകര, അതിപ്പോ എത്ര വേണ്ടി വരും? ദാ, നീ ഇതൊക്കെ അകത്ത് കൊണ്ടെക്ക്. അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. അപ്പൊ കുഞ്ഞാ, എന്താ ചോദിച്ചത്? നമ്മുടെ പന്തലിൽ ആവശ്യമായ സിറ്റിംഗ് കപ്പാസിറ്റി, സ്റ്റാൻഡിംഗ് കപ്പാസിറ്റി എത്ര? 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വേണം. 1000 ചെയർസ്, അതിന് വേണ്ട ടേബിൾസ്, പിന്നെ ഒരു 10-500 VIP ചെയറും സുധാകര, ഇത്രയും കസാര വേണോ? വേണം. ഒട്ടും കുറയാൻ പാടില്ല. കുഞ്ഞ, ഈ കുഞ്ഞപ്പയ്ക്ക് ഒരു സംശയം. ഇത്രയും കസേര വേണോ? വേണ്ടി വരും. സുധാകര, കണ്ണനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് മതി. ഇതിൽ കണ്ണന്റെ അഭിപ്രായത്തിന് സ്ഥാനമില്ല. റിസപ്ഷന്റെ മൊത്തം ചാർജും എനിക്കാ. അലങ്കാരം കുറയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അപ്പോ കുഞ്ഞാ, ഞാൻ എന്താ പറഞ്ഞത്? 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം. പിന്നെ 10-200 പേർക്ക് പോലീസിനെയും കോടതിയെയും ഭയപ്പെടാതെ ഷീട്ട് കളിക്കാനുള്ള മേശയും ഇരിപ്പിടവും വിളിച്ചു. ഓക്കെ, നെക്സ്റ്റ്. സുധാകര, ഇതെന്താ ഉത്സവപ്പറമ്പോ? അതെ, ഉത്സവം, കല്യാണ മഹോത്സവം. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും. പിന്നെ കുഞ്ഞാ, പന്തലിൽ ഒരു സ്റ്റേജ്. സ്റ്റേജോ? അതെന്തിനാ? തലേന്നത്തെ പാർട്ടിക്ക് ഒരു അത്യുഗ്രൻ ഗാനമേള കൂടി ഉണ്ടായിരിക്കുന്നതാണ്. ടെണ്ടടേ. ചിരിക്കുന്നു. തലേന്നത്തെ പാർട്ടിക്ക് ചെറുപ്പക്കാർ തള്ളിക്കയറും. കവറുകളിലെ കറൻസി കണ്ട് കണ്ണന്റെ കണ്ണുകുളിർക്കും. കളക്ഷൻ ജോറാവുമ്പോൾ കല്യാണം കെങ്കേയമാവും. സുധാകര, പറയൂ. പന്തലിന് ഈ സ്ഥലം മതിയാവില്ല. അതിനെന്താ കുഞ്ഞാ, അടുത്ത പറമ്പിലേക്ക് കെട്ടണം. എല്ലാം ഭംഗിയാവണം. അത് പിന്നെ ഈ കുഞ്ഞിനോട് പ്രത്യേകം പറയണ്ട. വേണ്ടെന്നറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ കുഞ്ഞിനെ തന്നെ ബുക്ക് ചെയ്തത്. പിന്നെ ഒരു കാര്യം, അഡ്വാൻസ് ഓഫീസിലെത്തണം. ബാക്കി പണം കഴിയുമ്പോ കിട്ടണം. പണം ഒരു പ്രശ്നമേ അല്ല. പരിപാടി ഗ്രാൻഡ് ആവണം. ഓക്കെ ഓക്കെ ഓക്കെ. സുധാകര, 70 വയസ്സ് കഴിഞ്ഞു മോനെ എനിക്ക്. ഇക്കാലത്തിനിടയ്ക്ക് ഒരു കല്യാണത്തിനും ഇത്രയും ഗംഭീരമായൊരു ഒരുക്കം ഞാൻ കണ്ടിട്ടില്ല. ആരും കാണാത്തത് കാണിക്കുമ്പോഴാണ് ഓരോ കല്യാണത്തിന്റെയും മാറ്റി കൂടുന്നത്. കണ്ണന്റെ കല്യാണത്തെ കവച്ചു വെക്കാൻ മറ്റൊരു കല്യാണം ഉണ്ടാവരുത്. അതുകൊണ്ട് തന്നെയാണ് ഈ കല്യാണത്തിന്റെ പബ്ലിസിറ്റിയും ഡെക്കറേഷനും മദ്യവിതരണവും ഞാൻ തന്നെ ഏറ്റെടുത്തത്. മദ്യവിതരണോ? അതെ, തലേന്നത്തെ വെള്ളംകളി. ഓ, വള്ളംകളിയുണ്ടോ? വള്ളംകളി അല്ലാന്ന്, വെള്ളംകളി. വാട്ടീസടി. പാപ്പുട്ടിയേട്ടൻ സ്പെഷ്യൽ സാധനം വാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞപ്പമാ നോക്കിക്കോ, ഇത് ഗൾഫുകാരൻ സുജാതന്റെ അലന്ന കല്യാണമല്ല. കച്ചവടക്കാരൻ മുഹമ്മദ് കുട്ടിയുടെ പിശുക്ക് കല്യാണവുമല്ല. ഇത് കണ്ണന്റെ കല്യാണ മാമാങ്കം. ഇതിനെ വെല്ലാൻ മറ്റൊന്നുണ്ടാവില്ല. ഈ കല്യാണ പന്തലിന്റെ അവസാനത്തെ കാലും കോലും എത്തേണ്ടിടത്ത് എത്തിച്ച് കണ്ണനെയും രാധയെയും മണിയറയിൽ അടച്ച് ഈ സുധാകരന് വിശ്രമമുള്ളൂ. ദൈവമേ, ഇതാരോടുള്ള പകതീർക്കലാണ്? കല്യാണത്തലേന്ന് കുടിച്ചു കൂത്താടിയും പണമെറിഞ്ഞ് ചൂതാടിയും നികൃഷ്ടമാക്കപ്പെട്ട ഒരു പന്തലിലേക്കാണല്ലോ കണ്ണൻ തന്റെ ജീവിത സഖിയെ കൈപിടിച്ചു കൊണ്ടുവരുന്നത്. ഈ മഹാപാതകം കാണുന്നവരുണ്ടോ ഈ മലനാട്ടിൽ? വരാൻ വയ്യോ? ഉണ്ടാവില്ല. സത്യം പറഞ്ഞാല് ഒരേ ചെന്ന ഒരു ഇരിക്കപ്പുറത്തില്ല. അതെന്താ?
മൂലക്കുരുവിന്റെ അസുഖമുണ്ടോ? ഓലക്കയുടെ മൂട് കണ്ണന്റെ കല്യാണക്കാരെ ആലോചിച്ചിട്ട് ഒരു മനസ്സമാനല്ല. അതെന്തിന്? ഇത് കണ്ടോ, ഇതിപ്പോ നമ്മളെയും കൂടി ഒരു ആവശ്യമല്ലേന്ന്. ഏത്? എങ്ങനെ? കൊങ്ങനെ ഞമ്മക്ക് വല്ലാണ്ട് കഴിക്കണം, എന്തെങ്കിലും കഴിക്കണം. മമ്മൂഞ്ഞെ, അപ്പോ വീട്ടിലൊന്നും പാചകം ചെയ്യാറില്ലേ? കുഞ്ഞപ്പ മാമൻ ഞമ്മളെ പാത്തുമ്മ മരുന്ന് കുടിക്കാൻ ഓളെ പോരെ പോയി. നബീസാനി ഞമ്മള് ഓളെ കൂടെ പറഞ്ഞയച്ചു. 2 ആഴ്ച അവിടെ നിൽക്കട്ടെ, എന്നാലല്ലേ ഞമ്മക്ക് ഇവിടുത്തെ കാര്യത്തിന് ഛർദിക്കാൻ പറ്റൂ. വാസ്തവം. പിന്നെ പൊരയില് 2-3 ആടും 10-30 കോഴിക്കളും ഒരു പോത്തും കൊണ്ടുതന്നെ ഉണ്ട്. അയിറ്റേക്ക് വേണ്ട വെള്ളവും പറ്റും, ഞമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. ഞമ്മക്കിപ്പൊ അങ്ങനെയൊന്നും ഇല്ലാന്ന്. ഞമ്മളെല്ലാരും ഒന്നല്ലേ. ഞമ്മക്ക് എല്ലാവർക്കും കൂടി കണ്ണന്റെ കല്യാണം അങ്ങോട്ട് ഉത്സാഹാക്കണം. മമ്മൂഞ്ഞെ, കണ്ണന്റെ കയ്യില് നല്ല പണം ഉണ്ടല്ലേ? പിന്നെ പൂത്ത പണല്ലേ, പൂത്ത പണം. ഇത്രയും വരുമാനമല്ല, എന്ത് തൊരാണവന്? തൊരമെന്തിന്? റോളിംഗ് റോളിംഗ് അല്ലേ റോളിംഗ്. നമ്മളെ കുഞ്ഞപ്പമാമേ, നമ്മളെ കണ്ണന് തൊരമെന്തിന്? റോളിംഗ് റോളിംഗ് അല്ലേ റോളിംഗ്. നമ്മളെ കുഞ്ഞപ്പമാമേ, നമ്മളെ കണ്ണന് തൊരമെന്തി? റോളിംഗ് റോളിംഗ് അല്ലേ റോളിംഗ്. കണ്ണാ, സദ്യക്ക് ലീസ്റ്റിടാൻ ഇത്രയും ആൾക്കാർ ആവശ്യമില്ലായിരുന്നു. ഇരിക്കട്ടോ, എല്ലാവരും വിളിച്ചു പോയില്ലേ? തലേന്നത്തെ പാർട്ടിക്ക് എന്താ വേണ്ടത് തീരുമാനിക്കാൻ നമ്മൾ പോരെ കണ്ണാ? തീരുമാനിച്ചാൽ മാത്രം പോരല്ലോ, ഇതെല്ലാം സംഘടിപ്പിക്കാൻ കാശ് വേണ്ടേ? അത് ശരി. അപ്പൊ കാശില്ലാത്തവന് സ്വന്തമായി അഭിപ്രായം ഇല്ലാന്ന്? അതെ, ഇല്ല. എന്നാ പിന്നെ നാട്ടുകാരെ മുഴുവൻ വിളിച്ചോ? ആ, വിളിക്കും. ആ, വിളിച്ചോ, എല്ലാരും വിളിച്ചോ. എല്ലാ സ്ഥലത്തും ഞാൻ ഒരുത്തി എത്തണം. ആ കണ്ണാ, സദ്യക്ക് ലിസ്റ്റ് ഇടാൻ വരുന്നവർക്ക് ചായ കൊടുക്കണ്ടേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്താ വേണ്ടത്? അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അത് വേണ്ട ഇത് വേണ്ടെന്നൊന്നും ചോദിക്കരുത്. പിന്നെ ഞാൻ ആരോടെ ചോദിക്കുക? കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്ത് ചോദിച്ചാൽ എന്റെ നേരെ ചാടാൻ വരിക. എന്താ ഇങ്ങനെ? ഇക്കണക്കിന് പോയാ കല്യാണം കഴിഞ്ഞ എന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമില്ലാണ്ടാവല്ലോ. ഓ, ഇനി അത് വെച്ച് പെരുപ്പിച്ചോളൂ. എന്താ ലക്ഷ്യം ഇത്? മോനെ, എന്ത് പറഞ്ഞാലും ഈ അമ്മ സഹിക്കും. പക്ഷേ എന്റെ മോനെ സ്നേഹം പറഞ്ഞ ഈ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഒന്നും പറയരുത്. അമ്മയോടുള്ള സ്നേഹം മരണം വരെ കുറയില്ല. അമ്മയാണ് എന്റെ എല്ലാം, എന്റെ സർവസ്വവും. ഇതാ നോക്ക്, എന്താ വേണ്ടെന്ന് വെച്ചാ അമ്മ തന്നെ ചെയ്യണം. ഒന്നും ശുഷ്കമാകരുത്. തിരുപ്പുറത്ത് ലച്ചുട്ടിയുടെ മകന്റെ കല്യാണം 4 അത്ഭുതപ്പെടണം. മോനെ, എന്നാ ചായക്ക് ഉണ്ണിയപ്പം പഴം എടുക്കാല്ലേ? മതി. മോനെ, ഇത് കായ വറുത്തം കൂടി ഉണ്ട്, അതും കൂടി ആവാല്ലേ? ആയിക്കോട്ടെ, അമ്മ ചെല്ല്. നിങ്ങൾ എന്നത്തെ സാമ്പാർ ഉസാറായിരിക്കും, ഉസാർ. നിങ്ങൾ എന്നാ നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ചു. ലച്ചുട്ടിയെ, ആ കട്ടൻ ചായയില് ഒരു നാരങ്ങ അങ്ങ് പിഴിഞ്ഞു വെച്ചോ. മമ്മൂഞ്ഞിന് നല്ല ദഹനം കിട്ടട്ടെ. കാരണവര് ഇങ്ങോട്ട് കുത്തിരിക്കും. കല്യാണത്തലേന്ന് എന്താ മാണ്ടിയെന്ന് ഞമ്മക്ക് അങ്ങോട്ട് തീരുമാനിക്കാം. അല്പം കഴിഞ്ഞോട്ടെ, മെമ്പർ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈനെന്തിനാ മെമ്പർ? ഇതെന്താ ഗ്രാമസഭയാ? പറഞ്ഞ പോലെ എന്തിനാ ഇത്രയധികം ആൾക്കാര്? ഓനെ കാത്തിക്കേണ്ട ഒരാവശ്യമില്ല, ഞമ്മക്ക് തുടങ്ങാം. അതെ മമ്മൂഞ്ഞിക്ക, വിവാഹം ജനകീയമാവുമ്പോൾ ചില ജനാധിപത്യ മര്യാദകളൊക്കെ
പാലിച്ചല്ലേ പറ്റൂ. മാണ്ടായി. ആ ദാ മെമ്പർ വരുന്നുണ്ട്. ഞാൻ വൈകിയോ? ഇല്ല, നമ്മൾ നേരത്തെയാ. ഒരു വാർഡ് മെമ്പറുടെ തിരക്കും കാര്യങ്ങളും കണ്ണണ്ടനും അഴകോടനും പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ കണ്ണന്റെ കല്യാണക്കാരി അല്ലേന്ന് കരുതിയിട്ടാ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ഇവിടെ എത്തിയത്. പ്രസംഗം നിർത്തി കാര്യം പറയുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികളെ, തിരുപ്പുറത്ത് ലച്ചൂട്ടിയമ്മയുടെ മകൻ കണ്ണന്റെ വിവാഹ തലേന്നത്തെ പാർട്ടിക്ക് എന്തു വേണമെന്ന് തീരുമാനിക്കാൻ ചേരുന്ന ഈ യോഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടുനടപ്പനുസരിച്ച് ഇപ്പോൾ നൽകി വരുന്ന വിഭവങ്ങൾക്ക് പുറമെ എന്തു വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. മോനെ കണ്ണ, അത് മാത്രമല്ലേ ഉള്ളൂ അജണ്ട? ആർക്കും അഭിപ്രായം പറയാം. ആദ്യ അഭിപ്രായം ഞാൻ തന്നെ പറയാം. അതിനെ നടക്കട്ടെ. കാരണവശാലത്ത് ഒരാൾ കുത്തിരിക്കുമ്പോ ആദ്യ അഭിപ്രായം അയാൾ പറയട്ടെ. കുഞ്ഞപ്പമ്മ ഒരു അഭിപ്രായം പറയും. എന്റെ അഭിപ്രായത്തില് നല്ല നാടൻ അവല് കുഴച്ചതും ഓരോ പൂവൻ പഴവും അസലാകും. അഭിപ്രായം കൊള്ളാം, പക്ഷേ കലക്ഷൻ കുറയും. ഞമ്മക്കൊരു അഭിപ്രായം ഉണ്ട്. അഭിപ്രായം ഇരുമ്പൊലക്കൊന്നല്ല, ആർക്കും പറയാം. ഒലക്കോ ഒലക്കാതെ മൂടോന്നോ അന്നോട് നമ്മൾ ചോദിച്ചില്ല. വ്യക്തിവിദ്വേഷം വെച്ച് സംസാരിക്കരുത്. മെമ്പറെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളെ അഭിപ്രായത്തില് കോഴി ബിരിയാണി കോഴി പൊരിച്ചതും വേണം. അതൊക്കെ പഴഞ്ചനാണെന്ന്. എല്ലാറ്റിനും ഒരു പുതുമ വേണം. എന്നാലോ ലളിതവുമായിരിക്കണം. വിവാഹദൂർത്ത് കുറയ്ക്കണം. എന്റെ അഭിപ്രായത്തിൽ ഫ്രൈഡ് റൈസും ജിഞ്ചർ ചിക്കനും കൂടി ആവാം. കണ്ണനെ കുത്തുവാളെടുപ്പിക്കുന്ന അഭിപ്രായമാണ് ഇപ്പൊ മെമ്പർ പറഞ്ഞത്. മമ്മൂഞ്ഞെ, വ്യക്തിവിദ്വേഷം വെച്ച് സംസാരിക്കരുത്. നമ്മക്ക് ആരോടും വിരോധമില്ലാന്ന്. പക്ഷേങ്കില് കോഴി ബിരിയാണി കോഴി പൊരിച്ചതും വേണം. നാടൻ അവലും പൂവൻ പഴവും എന്താ മോശ? അതൊന്നും മോശമാവില്ല. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അത്രയ്ക്കും വരില്ല ഇതൊന്നും. പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞതാണ് ശരി. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? നമ്മൾ ഞാൻ പറഞ്ഞതാണ് ശരി. പറഞ്ഞത് തന്നെയാ ശരി. കണ്ണാ, നിനക്ക് എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ ഇത് ആളെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണ്. മെമ്പർ ഒന്ന് സമാധാനിക്കും. എന്ത് സമാധാനിക്കാൻ? ഒരു കാര്യം ഞാൻ പറയാം. തലേന്നത്തെ പരിപാടിക്ക് എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷേ എന്റെ അഭിപ്രായത്തെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നതെങ്കിൽ വിവാഹ തലേന്നത്തെ പാർട്ടിക്ക് എനിക്ക് വോട്ട് ചെയ്ത ഒരുത്തനും ഇവിടുത്തെ പന്തലിൽ കയറില്ല. കണ്ണ, ഇത് വലിയ പ്രശ്നമല്ലോ. പാർട്ടിക്ക് ആള് വന്നില്ലെങ്കിൽ കവറിന്റെ എണ്ണം കുറയും. കവറിന്റെ എണ്ണം പറഞ്ഞാൽ അറിയാലോ. എന്നാ പിന്നെ മെമ്പർ പറഞ്ഞ പോലെ ഫ്രൈഡ് റൈസും ജിഞ്ചർ ചിക്കനും ആയിക്കോട്ടെ. എന്നാ പിന്നെ അനക്കത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞോ? നമ്മളെ ബാക്കിന് ഒരു വിലയില്ലല്ലേ. മതി മോനെ. സ്വന്തം മോനെ പോലെ കരുതി അന്നെ സഹായിച്ചാലാ ഈ മമ്മൂനി. എന്നിട്ടിപ്പോ സുധാകര, മമ്മൂനിക്കാനെ പഴക്കണ്ട. രണ്ടുപേർക്കും ഉചിതമായൊരു തീരുമാനം നീ തന്നെ എടുക്ക്. എല്ലാവരും ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഇവിടെ മെമ്പറും മമ്മൂഞ്ഞിക്കായും നല്ല അഭിപ്രായം പറഞ്ഞത്. പക്ഷേ ഒരു ചെറിയ മാറ്റം. നാട്ടുനടപ്പനുസരിച്ച് കൊടുക്കുന്നതിന് പുറമെ മെമ്പറുടെ ഫ്രൈഡ് റൈസും ജിഞ്ചർ ചിക്കനും മമ്മൂഞ്ഞിക്കാൻ്റെ കോഴി പൊരിച്ചതും. എല്ലാരോടും കൂടി എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഞാനിവിടെ ഒരു അഭിപ്രായം പറഞ്ഞു. ആരും പുല്ലിന് വില വെച്ചില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? കുഞ്ഞപ്പ മാമ ഇവിടെ ഇരിക്കി. സുധാകര, ഇനി കുഞ്ഞപ്പ മാമയുടെ ഒരു ഗുരുത്വദോഷം വേണ്ട. അവില് കുഴച്ചതും കൂടി ആയിക്കോട്ടെ. എല്ലാവരും ഒന്നുകൂടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. നാട്ടുനടപ്പനുസരിച്ച് കൊടുക്കുന്നതിന് പുറമെ മെമ്പറുടെ ഫ്രൈഡ് റൈസും ജിഞ്ചർ ചിക്കനും മമ്മൂഞ്ഞിക്കാൻ്റെ കോഴി പൊരിച്ചതും, ഇന്റെ വക കോഴിക്കട്ടയും കുഞ്ഞപ്പ മാമേൻ്റെ അവില് കുഴച്ചതും. ബെസ്റ്റ് കോമ്പിനേഷൻ. തീരുമാനം എല്ലാവരും അംഗീകരിച്ച സ്ഥിതിക്ക് ഒന്ന് കൈയടിച്ച് പാസ്സാക്കാം. അപ്പൊ നമ്മള് അവിടുന്നും വാങ്ങി ഇവിടുന്നും വാങ്ങി മറ്റിടത്തും വാങ്ങി പന്തല് മുഴുവൻ നടന്ന് തിന്ന് കൊയങ്ങൂല്ലേ.
Hello, check. Hello, check. Hello. Hello, check. Hello. 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 One, two, three, four.
കോട്ടക്കാട്ടിലെ മമ്മദ് കാക്കന്റെ കൊമ്പം മീസ കണ്ടു പേടിച്ച് വീടര് പാത്തും മാമ പാത്തുമാമ പാത്തും മാമ ഞമ്മടെ പാത്തും മാമ. കല്യാണം കഴിഞ്ഞ ഒരു പൊരയാണ് ഞമ്മളെ കണ്ണന്റെ ആദ്യ രാത്രി. എന്താ പക അനക്ക് എന്തെങ്കിലും ഒന്ന് മുണ്ടിയാല്. എത്രയായി? എന്ത് സമയം എത്രയായിന്നതോ? 10 കഴിഞ്ഞു. കുറച്ചോനെ കണ്ണ ഇതുവരെ കവറെണ്ണി കഴിഞ്ഞില്ലേ? എത്ര കാണും? എന്ത് കബറിലെ പൈസയെ എത്ര കാണൂ? അതെന്തിനാ ഞാൻ അന്വേഷിക്കണേ? ഞമ്മക്കറിയണോ? ആ സുധാകരനൊന്ന് പുറത്തേക്ക് വന്നിനെങ്കിൽ എന്നിടത്തോളം എത്തിരണ്ട് എന്നറിയായി. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആരാ തോറ്റത് ആരാ ജയിച്ചതെന്ന് പറയാൻ കാത്തിക്കുന്ന പോലെ ആയല്ലോ എന്റെ പടച്ചോനെ. മോനെ സുധാകര, എന്താ സ്ഥിതി? അതെന്താ? മൊമനിക്ക ഇപ്പൊ കവറൊക്കെ പൊട്ടിച്ച് 500-ൻ്റേത്, 200-ൻ്റേത്, 100-ൻ്റേത്, 50-ൻ്റേത്, 20-ൻ്റേത്, 10-ൻ്റേത്, 5-ൻ്റേത്. ആ അതെ അതെ, അങ്ങനെ വേർതിരിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഇനി എണ്ണണം. നേരം കൊടുക്കും. സുധാകര തള്ളു നിർത്ത്. ആ കുഞ്ഞനോ? ആ കുഞ്ഞാ, നീ ഇപ്പൊ വീട്ടിൽ പോ. നിന്റെ പണം ഞാൻ രാവിലെ വീട്ടിലെത്തിച്ചു തരും. പറ്റില്ല, പണം എനിക്ക് ഇപ്പൊ കിട്ടണം. അതൊക്കെ പറയും, ഇപ്പം തന്നെ വാങ്ങിച്ചുതരാം. തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിൽക്കണ്ട, പഠിക്കാൻ നിന്നോ. പണം ഞാൻ അവിടെ എത്തിച്ചു തരാം. പെട്ടെന്ന് വരണം. ഏറ്റു മമ്മൂജിക്ക പോവല്ലേ? നമ്മൾ അതൊന്ന് എണ്ണി കഴിഞ്ഞിട്ട് പോയിക്കോളാം. എത്ര ഉണ്ട് എന്നറിഞ്ഞാല് മനസമാധാനായിട്ട് പോരെ കിടന്ന് ഉറങ്ങാലോ. ശംഭോ മഹാദേവ. ആ മമ്മൂന്ന് പോയില്ല അല്ലേ? എല്ലാം ഗംഭീരമായി കഴിഞ്ഞു അല്ലേ മമ്മൂഞ്ഞെ? അടുത്ത കാലത്തൊന്നും ഇതേതൊരു കല്യാണം ഇന്നാട്ട് കഴിയില്ല. വാസ്തവം ഇത് മാമാങ്കം തന്നെയല്ലേ കണ്ണൻ നടത്തിയത്? നമ്മളെല്ലാം ഒത്താസം കൊണ്ടാണ് അവിടെ കൂട്ടിക്കോളി. കുഞ്ഞപ്പേട്ട, എല്ലാം ഭംഗിയായി കഴിഞ്ഞില്ലേ? ലച്ചൂട്ടി ഭാഗ്യം ചെയ്തവളാ. അല്ല, പുയ്യോട്ട് എന്തെടുക്കുക? പാത്രങ്ങളൊക്കെ കഴുകുന്നു. വേണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കണ്ടേ മമ്മൂഞ്ഞെ? നല്ല കുട്ടിയാ. ഒറ്റ നോട്ടത്തിൽ തന്നെ പെണ്ണിനെ പറ്റി ഞാനൊന്ന് കണക്കുകൂട്ടി. അത് തെറ്റിയില്ല. നമ്മളെ കണക്കും തെറ്റിയില്ല. വലത് കയ്യുമ്പിൽ 6, ഇടത് കയ്യുമ്പിൽ 8, അങ്ങനെ ആകെ മൊത്തം 14 വളകള്. നല്ല കനത്തിലും വലുപ്പത്തിലും. കൗത്തില് 2 നെറ്റിപ്പട്ടം പോലെ വേറൊന്ന്. എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു 10, 40, 50 പവൻ ഉണ്ടാവൂല്ലേ? കാലുമ്പില് നിങ്ങൾ ആരെ നോക്കിയോ? ഞമ്മള് കൊറേ നോക്കി, കാണാൻ കഴിഞ്ഞില്ല. സ്വർണ്ണാണോ വെള്ളിയാണോ? ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്കൊട്ട് അറിയുകയും വേണ്ട. സ്വഭാവം നന്നാവണം, അത്രേ വേണ്ടു. ആ പിന്നെ മമ്മൂഞ്ഞെ, കണ്ണനെ പോലെ സർക്കാർ ഉദ്യോഗം അല്ലാത്തൊരു ചെറുപ്പക്കാരന് ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടിയെ കിട്ടുന്നത് തന്നെ മഹാഭാഗ്യം. കണ്ണനെവിടെ? അകത്തുണ്ട്. സുധാകരനോ? സുധാകരനും അകത്തുണ്ട്. എപ്പോഴാന്ന് പുറത്തേക്ക് വരിക? കുറെ നേരമായി ഞാൻ ആ പഠിക്കൽ കാത്തിരിക്കാൻ തുടങ്ങിയിട്ടേ. ഞമ്മളും കണ്ണനെ കാണാൻ തന്നെ ഇവിടെ നിൽക്കണത്. അതെനിക്കറിയണ്ട. അഡ്വാൻസ് കഴിച്ച് ബാക്കി പൈസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കങ്ങ് പോകാമായിരുന്നു. ലച്ചൂട്ടിയെ കണ്ണനെ വിളിക്കൂ. മമ്മൂഞ്ഞി ഇറങ്ങുമല്ലേ? അതെ അതെ. അങ്ങനെ ആരും തടി തപ്പാൻ നോക്കണ്ട. പന്തല് കെട്ടിക്കാനുള്ള ലോറൊന്നും ഇപ്പൊ കാണുന്നില്ലല്ലോ. ഇനി നിർത്തിയാലേ ഞാൻ കഞ്ഞാവും. എന്നാ പിന്നെ ആ കഞ്ഞി കുടിച്ചിട്ട് അങ്ങോട്ട് പോവാം.
സുധാകര, സുധാകര, ഞാൻ രക്ഷപ്പെടുമോ? സുധാകര, എന്തെങ്കിലും ഒന്ന് പറയേ. കണ്ണാ, നമ്മുടെ കണക്കുകൂട്ടലുകൾ ഒക്കെ തെറ്റി. മൊത്തം 3,05,000 നീ ഇന്നലെ കവറ് പൊട്ടിച്ചെടുത്തതാണ്. സുധാകര, നീ നീ ഒന്നുകൂടി ഒന്ന് കൂട്ടി നോക്ക്. നിനക്ക് തെറ്റിയതാവും, അല്ലാതെ അങ്ങനെ വരില്ല. ഞാനൊരു 10 തവണയെങ്കിലും കൂട്ടി നോക്കി. പല തവണ കൂട്ടിയാൽ പണം വർദ്ധിക്കുമോ? സംശയമുണ്ടെങ്കിൽ നീ തന്നെ കൂട്ടി നോക്ക്. എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. എനിക്കും കവറുകളുടെ എണ്ണം കണ്ടപ്പോൾ നീ കടമില്ലാതെ രക്ഷപ്പെടുമെന്ന ഞാനും കരുതിയത്. പക്ഷേ കവറുകൾ കുളിച്ചപ്പോൾ മിക്കതിലും പണം കുറവ്. ഇങ്ങനെയൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ? പന്തലുകാരൻ കുഞ്ഞൻ പടിക്കൽ കാത്തു നിൽക്കുക. ഉമ്മറത്തെ മമ്മൂഞ്ഞിക്കാനെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കും. പക്ഷെ കുഞ്ഞൻ അവനൊരു കഞ്ഞിയാണ്. ദൈവമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മമ്മൂനിക്ക, മെമ്പർ, കുഞ്ഞൻ, രാജേട്ടൻ, ചന്ദ്രേട്ടൻ. മതി, നിർത്ത്. എല്ലാ ഏട്ടന്മാർക്കും എണ്ണെടുക്കാൻ മാത്രം എല്ലോരില്ലല്ലോ കണ്ണാ നിന്റെ ശരീരത്തിൽ. ആരാ നോക്ക്? സംശയിക്കണ്ട, അവൻ തന്നെ, കുഞ്ഞൻ. നീ ചെന്ന് വാതിൽ തുറക്ക്. ഇന്ന് രാത്രി എന്റെ മണിയറ വാതിൽ മുട്ടാൻ മാത്രം കനിയല്ല കുഞ്ഞൻ. ആ, രാധയായിരുന്നോ? എന്താ രാധേ? എന്താ രാധയെന്നോ? ആദ്യ രാത്രിയിൽ മണിയറയിലേക്ക് കടന്നു വന്ന വധുവിനോട് വരൻ ചോദിക്കേണ്ട ചോദ്യം തന്നെ. ക്ഷമിക്കണം രാധേ, ഞാൻ ഇവനേക്കാൾ വലിയ മരമണ്ടനായിപ്പോയി. ഓ, 11 മണിയായോ? ഞാൻ ഇറങ്ങുന്നു. അയ്യോ വേണ്ട, കണ്ണേട്ടനെ കാത്ത് ഉമ്മർക്ക് 1-2 പേര് ഇരിക്കുന്നുണ്ട്. ഞാൻ അത് പറയാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇപ്പൊ വരാമെന്ന് പറയും. പുറത്തിരിക്കുന്നവർ മറ്റാരുമല്ല, കുഞ്ഞനും മമ്മൂഞ്ഞക്കയുമാണ്. സുധാകര, ഞാനിപ്പോ അവരോട് എന്താ പറയാ? നീ ഇപ്പോൾ അതേക്കുറിച്ചൊന്നും ആലോചിച്ച് BP കൂട്ടണ്ട. ഇത് നിങ്ങളുടെ ആദ്യ രാത്രി. എന്നൊന്നും ഓർമ്മിക്കാൻ ഒത്തിരി മധുരസ്മരണകൾ കിട്ടുന്ന മധുവിധു രാത്രി. ദൈവമേ, കല്യാണം അടിപൊളിയായി കഴിക്കുന്ന ഓരോരുത്തൻ്റെയും ആദ്യ രാത്രി ഇതുപോലെയാണെങ്കിൽ ഇതുപോലൊരു രാത്രി എനിക്കുണ്ടാവരുതേ. വധൂവരന്മാർക്ക് മധുര സ്വപ്നാശംസകൾ. ഗുഡ് നൈറ്റ്. ദൈവമേ, എനിക്ക് കണക്കുകൾ തെറ്റുന്നു. ഹരിച്ചും ഗുണിച്ചും അക്കുകളിൽ ഭീമമായ നഷ്ടം. നാളെ നേരം പുലരുമ്പോ കടക്കാരുടെ മുന്നിൽ കണക്ക് തീർത്ത് എങ്ങനെയാണ് കൈയൊഴിയുന്നത്? ചോദിച്ചതെല്ലാം പണം തന്നു, കിട്ടിയത് മുഴുവൻ ചെലവാക്കി. നാളെ അവരുടെ മുന്നിൽ എന്ത് പറഞ്ഞ് രക്ഷപ്പെടും? ഈ രാത്രി പുലരുമ്പോ ദൈവമേ, ഇന്ന് രാത്രി പുലരാതെ ഇങ്ങനെ കാത്തിരുന്ന് മുഷിഞ്ഞോ? കണ്ണേട്ടൻ കണക്കിന്റെ ലോകത്തല്ലായിരുന്നോ? അതെ, പഠിക്കുമ്പോഴേ എനിക്ക് വളരെ താല്പര്യമുള്ള വിഷയമാണ് കണക്ക്. ഹരിച്ചും ഗുണിച്ചും അക്കങ്ങൾ കൊണ്ട് കളിക്കുക, ചില പ്രത്യേക ഫോർമുലകളിലൂടെ
ഉത്തരങ്ങൾ കണ്ടെത്തുക. വളരെ രസകരമായ വിനോദമാണ് കണക്ക്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പഠിച്ച ഫോർമുലകൾ ഒന്നും മതിയാവില്ല ഉത്തരങ്ങൾ കണ്ടെത്താൻ. അപ്പോഴാണ് കണക്കിൽ പിഴയ്ക്കുക, കണക്കിൽ കുടുങ്ങി കുരുടനാവുക എന്നൊക്കെ പഴമക്കാർ പറയുന്നത്. കണക്കിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. നമുക്ക് വിഷയം മാറ്റാം. കല്യാണത്തിന് ഒത്തിരി പേർ പങ്കെടുത്തു അല്ലേ? എന്റെ രാധേ, എന്നിട്ടും പലരെയും ക്ഷണിക്കാൻ പറഞ്ഞു. ഇനി അവരുടെ ഒക്കെ പരിഭവം കാണണം. രാധയ്ക്ക് വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? വീട് മാത്രമല്ല, വീട്ടിലുള്ളവര്, പ്രത്യേകിച്ച് കുഞ്ഞുപ്പ മാമയെ. അപ്പൊ എന്നെയോ? പരിപാടി ബുക്ക് ചെയ്യുമ്പോ ഞാൻ ഇവരോട് പറഞ്ഞതാ, ബാക്കി പണം കെട്ട് കഴിയുമ്പോ കിട്ടണമെന്ന്. എന്താണ് ബഹളം? അതെ, അത് പിന്നെ ഈ മുറ്റത്തു നിന്നാണല്ലോ. അതെ അതെ, ഈ മുറ്റത്ത് നിന്നാണ്. പക്ഷെ അത് ബഹളമല്ല. അവര് നമ്മുടെ കല്യാണം ആഘോഷിക്കുക. ബഹളം വെച്ചാണോ ആഘോഷം? അതെ, അത് പിന്നെ അവര് വളരെ ദിവസങ്ങളായി നമ്മുടെ കല്യാണത്തിന്റെ ഒത്താശയിലായിരുന്നല്ലോ. അവർക്ക് ഞാനൊരു കുപ്പി വാങ്ങിച്ചു കൊടുത്തു. അത് ഉള്ളിൽ ചെന്നപ്പോഴുള്ള ബഹളമാണ്. രാധ ചെന്ന് വാങ്ങിയാണ്. ദൈവമേ, ഇതൊരു ശപിക്കപ്പെട്ട രാത്രിയായി പോയല്ലോ. സുധാകര, കണ്ണനെ വിളിക്കേ. ഞാൻ വിളിക്കില്ല. എന്നാ നമ്മൾ വിളിച്ചോളാം. കണ്ണാ 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 കണ്ണാ. ദയവ് ചെയ്ത് നിങ്ങളിപ്പം പോണം. നിങ്ങളെ പണം ഞാൻ നാളെ വീട്ടിലെത്തിച്ചു തരാം. പറ്റൂല മോനെ, പറ്റൂല. ഞമ്മക്കിപ്പോ രണ്ടിലൊന്നും അറിയണം. പരിപാടി ബുക്ക് ചെയ്യുമ്പം ഞാൻ ഇവരോട് പറഞ്ഞതാ, ബാക്കി പണം കെട്ട് കഴിയുമ്പോ കിട്ടണമെന്ന്. അതിനിപ്പോ എന്ത് പറ്റി? മമ്മുനിക്ക, ഇത് അവന്റെ ആദ്യ രാത്രിയാ. ഇപ്പൊ അവനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല. ആദ്യ രാത്രിയെ പറ്റി അനക്കെന്താ അറിയാ? നമ്മൾ ആദ്യ രാത്രി ഒരാഴ്ച കഴിഞ്ഞിട്ടേ ജോലി പിടിക്കുന്നുണ്ടോ? ഇല്ല, ഞമ്മ പിടിക്കും. കണ്ണാ കണ്ണാ കണ്ണാ, എനിക്ക് കഴിയുന്നത് പോലെ ഞാൻ പറഞ്ഞു നോക്കി. ഇവർ കേൾക്കുന്നില്ല. മോനെ കണ്ണാ, അന്റെ ആദ്യ രാത്രി കൊതുകേടി അയച്ച് ഇജ്ജ് ബേജാറാവണ്ട. ഞമ്മളെ കായ് കിട്ടിയ ഞമ്മൾ പോയിക്കോളാം. എന്നാല് അനക്കും ഞമ്മക്കും സുഖമായിട്ട് കിടന്നുറങ്ങാം. മമ്മൂനിക്ക, നേരെ ഒന്ന് വെളുത്തോട്ടെ. ഇപ്പൊ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. അതെന്തിനാ നേരം വിളിക്കുന്നേ? ഞാനിപ്പോ കാശുമായി വരുന്നത് രാധ കണ്ട എന്ത് വിചാരിക്കും? അതുകൊണ്ടാണ് മമ്മൂനിക്ക. ഞാൻ കാല് പിടിക്കാം. ഇപ്പൊ നിങ്ങൾ പോണം. പണം രാവിലെ ഞാൻ അവിടെ എത്തിക്കാം. കുഞ്ഞാ, ഞാൻ വാക്ക് മാറില്ല. നമ്മൾ എന്താ പടച്ചോനെ ഇപ്പനോട് പറയാ? പച്ചെങ്കിൽ കാക്ക കരയുന്നതിന് മുമ്പ് നമ്മുടെ പണം ഒരേലെത്തണം. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാനും തയ്യാറാ. പക്ഷേ കോഴി കൂവുന്നതിന് മുമ്പേ കാശ് വീട്ടിലെത്തണം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തും. എത്തിക്കാം. കോഴി കൂവുന്നതിന് മുമ്പ് എത്തിക്കാം. മമ്മൂജിക, നിങ്ങൾ വരുന്നോ? കണ്ണാ, ഓർമ്മയുണ്ടല്ലോ, കാക്ക കരയുന്നതിന് മുമ്പ് എത്തിക്കാം. കാക്ക കരയുന്നതിന് മുമ്പ് എത്തിക്കാം. കോഴി കൂവുന്നതിന് മുമ്പ് 3 ലക്ഷം.
കാക്ക കഴിയുന്നതിന് മുമ്പ് 3.5 ലക്ഷം. ദൈവമേ, ഞാൻ എങ്ങനെ വാക്ക് പാലിക്കും? കോഴി കൂവി. ഇനി കണ്ണേട്ടാ, എങ്ങോട്ടാ ഈ നേരത്ത്? നേരം ശരിക്കും പോർന്നില്ലല്ലോ. അത് പിന്നെ കോഴി കൂവിനെ നീ കേട്ടില്ലേ? അതുകൊണ്ടെന്താ ഈ കണ്ണേട്ടത് എന്ത് പറ്റി? കോഴി കൂവുന്നത് സാധാരണയല്ലേ? ഇത് സാധാരണ കോഴിയല്ല, കുഞ്ഞൻ കോഴിയാ. പിന്നെ കുഞ്ഞൻ കോഴി. നീ എന്താ ചിരിക്കുന്നത്? ഇനിയിപ്പോ കാക്ക കരയും. എന്റെ കണ്ണേട്ടാ, പുലരാറാവുമ്പോ കോഴി കൂവുന്നതും കാക്ക കരയുന്നതും സാധാരണയല്ലേ? ഇത് സാധാരണ കാക്കയല്ല, മമ്മൂഞ്ഞ കാക്ക. ഈ കണ്ണേട്ടത് എന്ത് പറ്റി? ഉറക്കപ്പിച്ച് പറയുന്നോ? വാ, ഒന്ന് കിടന്നോളൂ. ഇല്ല, ഇനി ഒരു ഉറക്കത്തിന് സമയമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. ഈ നേരത്തോ? ഇത് പതിവുള്ളതാണോ? ആ, വ്യായാമമായിരിക്കും. അതെ, വ്യായാമമാണ്. തടി കുറയ്ക്കാനാ? അല്ല, ഉരുക്ക് പോലെയാവാൻ, തൊലിക്കട്ടി നേടാൻ. ഞാനും വരാം. എന്തിന്? ഓടാൻ. വ്യായാമം സ്ത്രീകൾക്കും നല്ലതല്ലേ? മാത്രമല്ല, കണ്ണേട്ടെ തനിച്ചല്ലേ ഓടുന്നത്? ആര് പറഞ്ഞു? എന്റെ പിന്നാലെ ഓടാൻ ഒരുപാട് പേരുണ്ട്. നീ പോയി കിടന്നു. മോളെ, കണ്ണനെവിടെ? പുലർച്ചെ എഴുന്നേറ്റ് ഓടാൻ പോയി. ഓടാനും? ആ, തടി കുറയ്ക്കാനുള്ള വ്യായാമം. അതിന് മാത്രം തടിയൊന്നുമില്ലല്ലോ. മോള് പറഞ്ഞു ഓടാൻ? അയ്യോ ഇല്ല, പതിവുള്ളതാണെന്ന് പറഞ്ഞു. കള്ളൻ. നേരം പുലർന്നാലും ഉണരാറില്ല. ഞാൻ വേണം നിർബന്ധിച്ചുണർത്താൻ. അപ്പൊ എന്നോട് പറഞ്ഞതോ? ഇതിപ്പോ ഒരു പുതിയ പരിപാടിയാണല്ലോ. മോളെ, പുരുഷന്മാർക്ക് വ്യായാമം നല്ലതാ. മോള് കള്ളം പറയണ്ട. ഭർത്താവിന്റെ ആരോഗ്യത്തിൽ ഭാര്യ തന്നെ വേണം ശ്രദ്ധിക്കാൻ. അമ്മേ, ഞാൻ മോൾ ഇനി ഒന്നും പറയണ്ട. എൻ്റെ മോൻ്റെ ദുശീലങ്ങളൊക്കെ ഇനി എൻ്റെ മോള് വേണം മാറ്റിയെടുക്കാൻ. നവവധു നമസ്കാരം. രാധയ്ക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. കല്യാണത്തിന്റെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ കാണാം. വാർഡ് മെമ്പറാണ്. ഉമ്മറത്തേക്ക് കയറിയിരിക്കാം. വേണ്ട മോളെ, കണ്ണൻ കാലത്ത് വീട്ടിലെത്താമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ കാത്തിരുന്നു, പക്ഷെ കണ്ണൻ വന്നില്ല. കണ്ണനെ വിളിക്കി. കണ്ണേട്ടൻ ഇവിടെ ഇല്ല. എവിടെ പോയി? കാലത്ത് ഓടാൻ ഇറങ്ങിയതാ. ഓടാനോ?
എങ്ങോട്ടായിരിക്കും ഓടിയത്? ആ മോളെ, കാത്തു നിൽക്കാൻ സമയമില്ല. വന്നാലുടനെ പഞ്ചായത്ത് ഓഫീസിലേക്ക് വരാൻ പറയണം. ആ, അല്ലെങ്കിൽ രാധയോട് പറയാം. നിന്റെ കഴുത്തിൽ കണ്ണൻ കെട്ടിയ താലിയും മോതിരവും കടമായി ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ്. പണം ഇന്ന് എത്തിച്ചു കൊടുക്കണം. ആ, ഞാൻ ഇറങ്ങുന്നു. മോളെ, കണ്ണനെ വിളി. കണ്ണേട്ടെ ഇവിടെ ഇല്ല. കാലത്ത് കാക്ക കരയുന്നതിന് മുമ്പ് കൊരയിൽ വരാന്ന് പറഞ്ഞതാ, ഇതുവരെ വന്നില്ല. ഏറെ പോയി? കാലത്ത് ഓടാൻ ഇറങ്ങിയതാ. ഓടാനോ? അതെ, വ്യായാമം. മോളെ, ഇജ്ജ് സത്യം പറ, ഓനെവിടെ? ഓച്ചോനെ എടങ്ങേറായോ? 3 ലക്ഷം ഉറുപ്പ്യ ഒരു ജാമ്യമില്ലാതെ നമ്മൾ ഓന് കൊടുത്തത്. എങ്ങോട്ടായിക്ക് ഓടിയത്? ഇതാ ആ ഭാഗത്തേക്ക്. കണ്ണിട്ട് ഇവിടെ ഇല്ല. എവിടെ പോയി? ഓടാൻ ഇറങ്ങിയതാ. ഓടാനോ? ആളെ മക്കറാക്ക. ഇന്നലെ രാത്രി കാലിന് വീണ് കരഞ്ഞത് കൊണ്ടാ ഞാനിവിടുന്ന് പോയത്. അത് തെറ്റായി പോയില്ലേ? കുഞ്ഞനെ കളിപ്പിക്കാൻ നോക്കണ്ട. ഓനെ ഞാൻ പിടിച്ചോളാം. കുഞ്ഞനോടാ കളി. കുഞ്ഞിപ്പമ്മാമേ, കണ്ണേട്ടൻ ഇതുവരെ വന്നില്ല. ഓടാനിറങ്ങിയതല്ലേ, വിയർക്കും വരെ ഓടിയാലേ വ്യായാമം പൂർണ്ണമാകൂ. എങ്ങനെ? മോളെ, ഇത് കടം കൊടുത്തവന്റെയും കടം വാങ്ങിയവന്റെയും ധർമ്മസങ്കടങ്ങളുടെ അധ്യായങ്ങളാണ്. നേരും നെറിയും ചെയ്യാൻ സമയമില്ല. കുഞ്ഞിപ്പമ്മാമേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പലതും മനസ്സിലാവുന്നുണ്ട്. എന്ത്? അത് പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കി തരാം. പകല് മുഴുവൻ പലരും പല തവണ ഇവിടെ വന്നിരുന്നു. കൈയോടെ പിടിക്കാൻ നടക്കുകയാണ് എല്ലാവരും. ഇനിയും എത്ര നാളാണ് ഒരു കള്ളനെ പോലെ കുളിച്ചു നടക്കാൻ ഉദ്ദേശിക്കുന്നത്? എല്ലാറ്റിനും ഒരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. അത് രാധയോട് കൂടി പറയാം. ഇത്രയേറെ കടം വരുത്തി വെച്ചുകൊണ്ട് ഒരു ആഘോഷമാക്കണമായിരുന്നോ നമ്മുടെ വിവാഹം? വിവാഹം ജീവിതത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ എന്ന് കരുതി കത്ത് വിതരണം ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ നിയന്ത്രണം എൻ്റെ കയ്യിൽ നിന്നും വിട്ടുപോയി. അഭിപ്രായം പറയാനും തൽക്കാലം സഹായിക്കാനും പലരും എത്തി. എൻ്റെ വിവാഹം കേമമാക്കാനുള്ള എല്ലാവരുടെയും ശുഷ്കാതി കണ്ടപ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു വഴിയുണ്ട്. എന്താണ്? രാധ തെറ്റിദ്ധരിക്കരുത്. മനസ്സനുവദിച്ചിട്ടല്ല, ഗതികേട് കൊണ്ട് പറഞ്ഞു പോവുകയാണ്. തൽക്കാലം രാധയുടെ ആഭരണങ്ങൾ നമുക്ക് വിൽക്കാം. എന്താ നീയൊന്നും മിണ്ടാത്തത്? തരാൻ പറ്റില്ല അല്ലേ? ഞാൻ മരിച്ചാലും നിന്റെ ആഭരണങ്ങൾ തരാൻ പറ്റില്ല അല്ലേ? പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എന്നെ അടിച്ചോളൂ, ഈ വീട്ടിൽ നിന്നും എന്നെ ചവിട്ട് പുറത്താക്കിക്കോളൂ. എന്നാലും എന്റെ ആഭരണങ്ങൾ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ ആഭരണങ്ങൾ അത്രയും മുക്കുപണ്ടങ്ങളാണ്. ചില കടലാസുകൾ ശരിയാവാത്തത് കൊണ്ട് അച്ഛന് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടിയില്ല. അച്ഛന് പണം കൊടുത്ത് സഹായിക്കാമെന്ന് പറഞ്ഞവർ വാക്ക് മാറി. എനിക്ക് ഇതെല്ലാം ധരിച്ച് ഇങ്ങോട്ട് വരേണ്ടി വന്നു.
4-5 മാസത്തിനുള്ളിൽ അച്ഛൻ അതെല്ലാം വാങ്ങിത്തരും. അതുവരെ എന്നെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്. എന്താ എന്താ ഇവിടെ രണ്ടുപേരും കൂടി ഒരു ശണ്ട? മോളെന്തിനാ കരയുന്നത്? കണ്ണാ, എന്തിനാണ് ഇവള് കരയുന്നത്? എനിക്കറിയില്ല. മോനെ, പെണ്ണിന്റെ കണ്ണീര് വീഴുന്നത് നല്ലതിനല്ല. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന പെണ്ണാണിവൾ. ഇവളെ കരയിക്കാൻ ഞാൻ അനുവദിക്കില്ല. മോനെ, നിന്റെ അച്ഛൻ്റെ വീട്ടിൽ ഒരു നരകം അനുഭവിച്ചതിൻ്റെ ഓർമ്മയുണ്ട് ഈ അമ്മയ്ക്ക്. അന്നൊക്കെ ഉപ്പിട്ട കഞ്ഞി കുടിച്ചില്ലെങ്കിലും കണ്ണീരിൻ്റെ ഉപ്പ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഈ അമ്മ. ആ അനുഭവം ഈ വീട്ടിൽ ഇവൾക്കുണ്ടാവരുത്. അമ്മേ, കണ്ണേട്ടനൊന്നും പറഞ്ഞില്ല. എന്നേ നീ പറയൂ. അപ്പോഴേ നീ ഒരു യഥാർത്ഥ ഭാര്യയാവുന്നുള്ളൂ. അമ്മേ, തെറ്റ് എന്റെ ഭാഗത്താണ്. ഈ അമ്മയും എന്നോട് ക്ഷമിക്കണം. അമ്മേ, അമ്മേ, രാധേ, രാധേ. അവരിവിടെ ഇല്ല. എവിടെ പോയി? ഡോക്ടറെ കാണാൻ പോയിരിക്കുന്നു. രാധ 1-2 തവണ ഛർദിച്ചു. ഓ, മനസ്സുഖം കുറവാണെങ്കിലും വാരി വലിച്ച് തിന്നുന്നതിന് ഒരു കുറവുമില്ല. അതിരിക്കട്ടെ, നീ എന്താ ഈ സമയത്ത് ഇങ്ങോട്ട്? 2-3 മാസമായിട്ട് പകൽ സമയത്ത് നീ ഇങ്ങോട്ട് വരാറില്ലല്ലോ. എനിക്കറിയാം, ഈ ഒളിച്ചുകളി അധികം നാൾ നടക്കില്ല. ഒരിക്കൽ പിടിക്കപ്പെടും. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്താണ് ഇങ്ങോട്ട് വന്നത്. എന്താണത്? രാധ ഇന്നു മുതൽ അവളുടെ വീട്ടിൽ കഴിയും. തീരുമാനിച്ചോ? സ്വന്തം തീരുമാനമാണോ? എന്താ, ഇതൊന്നും തീരുമാനിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലേ? നിന്റെ മനസ്സിന് കഴിയില്ല കണ്ണ. കാണാം, അവളിങ്ങ് വരട്ടെ. ലച്ചൂട്ടിയോട് നീ എന്ത് പറയും? അമ്മയോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയാം. പറ്റില്ല കണ്ണ, നിന്നെ കൊണ്ട് പറ്റില്ല. കുഞ്ഞപ്പമാവ എന്നെ കൊണ്ട് വാശി പിടിപ്പിക്കരുത്. അതാ ലച്ചൂട്ടിയും രാധയും വരുന്നുണ്ട്. വാ മോളെ, വാ, പതുക്കെ പതുക്കെ. ആ കണ്ണാ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? ലച്ചൂട്ടിയെ, ഡോക്ടർ എന്തു പറഞ്ഞു? മരുന്ന് വല്ലതും തന്നോ? ഇതിനിപ്പോ മരുന്നൊന്നും വേണ്ട കുഞ്ഞപ്പേട്ട. വിശ്രമാണ് ആവശ്യം. അതായത്? അത് തന്നെ, ഇവനൊരു അച്ഛനാവാൻ പോകുന്നു. കണ്ണൻ പകലിറങ്ങി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഈ വീട്ടിൽ എന്തെങ്കിലും വിശേഷം നടക്കുമെന്ന്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവന്റെ മുഖത്ത് എന്താ ഒരു ഗൗരവം? ഇവൻ ഇവളെയും കൂട്ടി ഇവളുടെ വീട്ടിൽ പോകാൻ വന്നതാ. ഇനി 1-2 മാസത്തേക്ക് എന്റെ മോളെ ഞാൻ എവിടേക്കും വിടുന്നില്ല. കുഴങ്ങിയല്ലോ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതാ, ദേഹം അനങ്ങാനോ യാത്ര ചെയ്യാനോ പാടില്ലെന്ന്. വാ മോളെ, അകത്ത് പോയി കുറച്ച് വിശ്രമിക്കാം. കഷ്ടം. ചിരിച്ചു തോൽപ്പിക്കണ്ട. എല്ലാവരും ചേർന്ന് എന്നെ കൊല്ലാതെ കൊല്ലുകയാണ്. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. കണ്ണേട്ടാ, ഒരച്ഛനങ്ങ് പോകുന്നു അറിഞ്ഞിട്ടും എന്താ ഇങ്ങനെ? കേൾക്കണ്ട എനിക്ക്. നിന്റെ ഓരോ വിശേഷങ്ങളും ഓരോ ചതിയാണ്. എല്ലാം കൊണ്ട് തുറന്നു ഞാൻ. കണ്ണേട്ടാ, അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം കടം വീട്ടാമെന്ന് കരുതിയപ്പോ
കഴുത്തിനും കാതിനും കിടക്കുന്നത് മുക്ക്. വീട്ടിൽ കൊണ്ടു ചെന്നാക്കി ആ നെറികെട്ട തന്നെയായിട്ട് കാശ് വാങ്ങാമെന്ന് കരുതിയപ്പോ ഒടുക്കത്തെ ഗർഭം. ഇനിയും എങ്ങനെയെല്ലാം തോൽപ്പിക്കണം നിനക്കെന്നെ. എവിടെയെങ്കിലും കൊണ്ടുപോയി ആവശ്യപ്പിക്കും. കണ്ണ, കുഞ്ഞപ്പനെ മിണ്ടരുത് നീ. അവളുടെ വയറ്റിൽ വളരുന്നത് നിന്റെ കുഞ്ഞാണ്. അതിനെ കൊല്ലണമെന്ന് പറയാൻ മാത്രം നികൃഷ്ടമായി പോയോ നിന്റെ മനസ്സ്? എങ്ങനെ കടന്നുകൂടി നിന്റെ മനസ്സിൽ ഇത്രയും നീചഭാവം? കുഞ്ഞപ്പനെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. പറഞ്ഞു പോവുകയാണ്. വർദ്ധിച്ച കടം എന്നെ കൊണ്ട് പറയുകയാണ്. കണ്ണ, സ്വന്തമായി ആരുമില്ലാത്തവനാണ്. ഒരു മകനോ മകളോ ഉണ്ടായിരുന്നെങ്കിലെന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് ഈ കുഞ്ഞപ്പ മാമ. ആ കുഞ്ഞിനെ നീ കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ സഹിച്ചില്ലടാ എനിക്ക്. കുഞ്ഞപ്പ മാമ എന്നോട് പൊറുക്കണം. എന്നോടല്ല നീ മാപ്പ് പറയേണ്ടത്, രാധയോടാണ്. അവളുടെ കഴുത്തിൽ മുക്കുബന്ധമാണെങ്കിലും മനസ്സിന് സ്വർണത്തേക്കാൾ ശുദ്ധിയും വിലയുമില്ലേ? പിന്നെ എന്തിനാണോ സ്വത്തും സ്വർണവും? എല്ലാം അറിഞ്ഞനുഭവിക്കാൻ തയ്യാറുള്ള ഒരുത്തി കൂടെയുള്ളപ്പോൾ നീ എന്തിനു ഭയപ്പെടണം? തലയോളം കട കയറിയപ്പോ മനസ്സിൽ കാട് കയറുകയായിരുന്നു. ഈ കടമെല്ലാം വീട്ടണം. അതിനുള്ള വഴി ചിന്തിക്കണം. നിന്റെ കൂടെ അവളുടെ സ്നേഹ സാന്നിധ്യം എന്നും ഉണ്ടാകും. തെറ്റുകൾ എന്റെ ഭാഗത്താണ്. ഞാനത് തിരുത്തും. എല്ലാ കടങ്ങളും ഞാൻ വീട്ടും. എന്നിട്ട് ഞാനും അമ്മയും രാധയും സ്വസ്ഥമായി ജീവിക്കും. അങ്ങനെ വിട്ടാൻ പറ്റൂല. ഇന്ന് അവനെ പിടിക്കണം. അവിടെയുണ്ട്. കണ്ണ, ആരൊക്കെയോ ഇങ്ങോട്ട് ടോർച്ചടിച്ച് വരുന്നുണ്ടല്ലോ. കടം തന്നോ? അവരെന്നെ കയ്യോടെ പിടിക്കാൻ വരികയാണ്. കണ്ണ, നീ അകത്ത് പോ. ഇല്ല, ഇനി ഞാൻ ഒടുക്കുന്നില്ല. അവരുടെ മുന്നിൽ കീഴടങ്ങുകയാണ്. കണ്ണ അകത്തേക്ക് പോന്നോളൂ. അകത്തേക്ക് പോന്നോളൂ. എന്തെങ്കിലും ചെയ്യും. അവരെന്നെ ഒന്നും ചെയ്യില്ല. രാധ ഭയപ്പെടണ്ട. കണ്ണാ, ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. എല്ലാവരെയും എല്ലാ കാലവും എത്തിച്ച് ആർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. കള്ള ഹിമാറെ, അന്നെ വിശ്വസിച്ച് നമ്മൾ പണം തന്നിട്ട് നമ്മളെ ഒരു നായ്ക്ക് ബല വെച്ചില്ല അല്ലേ? ഓരോടൊന്നും വാർത്താനം പറഞ്ഞൊരു കാര്യമില്ല. മൂന്നില്ല പേടിച്ച് പുറത്തേക്ക് ഇറക്കി. വേണ്ട, ഇന്ന് ഇവിടെ വെച്ച് എല്ലാവർക്കും കിട്ടാനുള്ള പണത്തിന് ഒരു തീരുമാനമായിട്ട് നമ്മൾ ഇവിടുന്ന് പോകൂ. ഒന്നുകിൽ നമ്മൾ പൈസ, അല്ലേ ഇവന്റെ മയ്യത്ത്. അന്യന്റെ പണം കൊണ്ട് കല്യാണം അടിച്ചു പൊളിച്ചതല്ലേ? എന്താണ്ടാ എളുപ്പൊന്നും മിണ്ടല്ലേ? എന്ത് വിചാരിച്ച് നമുക്ക് എല്ലാ കാലം മുങ്ങി നടക്കാം. അമ്മുഞ്ഞെ, ഇനിയും ഇങ്ങനെ അസഭ്യം പറയരുത്. എവിടുന്നോ ഏന്തി കഴിഞ്ഞ് വന്നിട്ട് നമ്മളെ അവരെ പഠിക്കുന്ന മുനിക്ക, എന്താ കണ്ണന്റെ തീരുമാനം? എല്ലാവരുടെയും പണം തരാം. ഈ വീടും പറമ്പും ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. കണ്ണ തീരുമാനിച്ചത് കൊണ്ടായില്ലല്ലോ. ഈ വീടും പറമ്പും വിൽക്കാൻ ഞാൻ മെമ്പറെ ചുമതലപ്പെടുത്താം. ഇത് വിറ്റ് നിങ്ങളുടെ പണം നിങ്ങൾക്കെടുക്കാം. ബാക്കി എനിക്ക് തരിക. ഇതെങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? ഇതിന്റെ ആധാരം ഞാൻ മെമ്പറെ ഏൽപ്പിക്കാം. അത് മതി. എന്താ മുനിക്ക? നമ്മളെ കായ് കിട്ടിയാൽ മതി. ആധാരം മെമ്പർ വാങ്ങിക്കോളാം. ശരി, എന്നാൽ എല്ലാവരും വരും. കണ്ണ, നമ്മളോടൊന്നും തോന്നരുത്. അമ്മേ, രാധേ,
പണം കൊണ്ട് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു തുണ്ട് സ്ഥലം നമുക്ക് വാങ്ങാം. അവിടെ ഒരു കുടിൽ വെച്ച് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം. ലച്ചുട്ടിയെ, ഞാൻ ഇറങ്ങാം. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും, എവിടെയെങ്കിലും കാണും വകയിൽ ചില ബന്ധുക്കൾ. കുഞ്ഞപ്പേട്ടെ, പോകരുതെന്ന് നീ പറയില്ല. കാരണം നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ നീയും ഇറങ്ങണമല്ലോ. കുഞ്ഞപ്പ മാമ പോകാൻ തീരുമാനിച്ചോ? പോട്ടെ കുട്ടിയെ, നന്നായി വരും. നല്ല കാലത്ത് കല്യാണം കഴിക്കാതെ തെണ്ടി നടന്നതുകൊണ്ട് എനിക്ക് വീടും കുടുംബവും ഇല്ലാതെ പോയി. നിനക്കാണെങ്കിൽ തലങ്ങും വിലങ്ങും ആലോചിക്കാതെ കല്യാണ മാമാങ്കം നടത്തിയത് കൊണ്ട് വീട് നഷ്ടപ്പെട്ടു. എന്നാലും ഒരു കുടുംബമുണ്ട്. സാരമില്ല, രണ്ടും രണ്ടനുഭവങ്ങൾ, വിലപ്പെട്ട പാഠങ്ങൾ. പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക. വരട്ടെ. ഒന്ന് നിൽക്കൂ. എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാനോ? നാളെ ഈ വീട്ടിൽ പുതിയ താമസക്കാർ വരുമ്പോൾ പ്രായമായ അമ്മയെയും ഗർഭിണിയായ ഭാര്യയെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും? കുഞ്ഞപ്പമ്മ വിചാരിച്ച കുറച്ചു ദിവസത്തേക്ക് വകയിൽ ആരുടെയെങ്കിലും കൂടെ അവരെ താമസിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടടോ, ഉണ്ട്. കൊടുവള്ളിയിൽ ഒരു സാവിത്രിക്കുട്ടിയുണ്ട്. ആരാ ഈ സാവിത്രിക്കുട്ടി? എന്റെ ചെറിയമ്മാവൻ രാമചന്ദ്രന്റെ അളിയൻ ഗോപാലകൃഷ്ണന്റെ അളിയന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകളുടെ മകളല്ലേ?